പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി. എൻ്റെ പേര് ഷീന ജോൺസൺ, സ്ഥലം ചാലക്കുടി പോട്ടയിടവക. എനിക്കൊരു സ്വഭാവമുണ്ടായിരുന്നു. എനിക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ ആരെങ്കിലും ചെയ്താൽ അവരോട് ദേഷ്യം, പിന്നെ മിണ്ടാറില്ലായിരുന്നു. പരിശുദ്ധ അമ്മയോട് ഉടമ്പടി എടുത്തപ്പോൾ അത് മണ്ടത്തരമാണെന്ന് പരിശുദ്ധ അമ്മ ഓർമ്മിപ്പിച്ചു. ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ, നിൻ്റെ സഹോദരന് നിന്നോട് വിരോധമുണ്ടെങ്കിൽ ബലിയർപ്പിക്കുന്നതിന് മുൻപ് ബലിവസ്തു അവിടെ വെച്ച് പോയി രമ്യപ്പെടണമെന്ന്. എന്നെ പരിശുദ്ധ അമ്മ അത് ഓർമ്മിപ്പിച്ചു. അപ്പോൾ ഞാൻ പോയി അവരോട്, കുറച്ച് പേരോട് രമ്യപ്പെടുകയും അപ്പോൾ സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്യുന്നു. രണ്ടാമത്തെ സാക്ഷ്യം, ഞാൻ 22 വർഷം മുമ്പ് SSLC എഴുതിയതാണ്. SSLC പുസ്തകത്തിൽ എൻ്റെ പേര് ഇംഗ്ലീഷിൽ ഷീന എന്നതിന് പകരം ഷെന എന്നാണ്. ഞാൻ പാസ്പോർട്ട് എടുക്കുന്നതിന് വേണ്ടി 10ാം ക്ലാസ്സിൽ സ്കൂളിൽ പോയി അന്വേഷിച്ചപ്പോൾ അവർ 1ാം ക്ലാസ്സിൽ സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ ഫോം കൊണ്ടുവരാൻ പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ ഞാൻ 85-ലാണ് പഠിച്ചത്, 87 മുതലുള്ള അഡ്മിഷൻ ഫോമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ 10ാം ക്ലാസ്സിലെ ഹെഡ് മാസ്റ്റർ പറഞ്ഞു, ഇനി പേര് ശരിയാക്കാൻ പറ്റില്ല എന്ന്. അങ്ങനെ ഞാൻ അവസാനിപ്പിച്ചു. പിന്നെ 3 പ്രാവശ്യം ഉടമ്പടി പുതുക്കി കഴിഞ്ഞ് ഞാൻ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന 7 പ്രാവശ്യം 7 ദിവസം ചൊല്ലി നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. മാതാവേ, എനിക്ക് ആരെങ്കിലും അയച്ച് ഇത് ഒരാളെ ശരിയാക്കി തരണമേന്ന്. അങ്ങനെ ഒരാൾ പരിശുദ്ധ അമ്മ വഴി ഒരു വക്കീലിനെ കാണിച്ചു തരികയും എൻ്റെ പേര് ശരിയാക്കുകയും ചെയ്തു. പിന്നെ 3ാമത്തെ സാക്ഷ്യം, 3 പ്രാവശ്യം ഞങ്ങൾ 2 വീലറിൽ പോകുമ്പോൾ പരിശുദ്ധ അമ്മ ഞങ്ങളെ അപകടത്തിൽ നിന്ന് രക്ഷിച്ചു. എപ്പോഴും 2 വീലറിൽ പോകുമ്പോൾ പരിശുദ്ധ അമ്മയുടെ നീലങ്കി കൊണ്ട് ഞങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കണമേ എന്നും പിന്നെ വിശ്വാസ പ്രമാണം ചൊല്ലുമായിരുന്നു. അങ്ങനെ ആദ്യത്തെ പ്രാവശ്യം എൻ്റെ ഭർത്താവ് പോകുമ്പോൾ എതിരേന്ന് വണ്ടി വന്നിടിക്കുകയും റോഡിൽ വീഴുകയും ചെയ്തു. പരിശുദ്ധ അമ്മ ഒരു പോറൽ പോലും ഇല്ലാതെ എൻ്റെ ഭർത്താവിനെ സംരക്ഷിച്ചു. 2ാമത്തെ പ്രാവശ്യം ഞാനും ഭർത്താവും കൂടി പോകുമ്പോൾ 2 ബസ്സിൻ്റെ ഇടയിൽ കൂടി വളച്ചപ്പോൾ കൺട്രോൾ പോവുകയും റോഡ് സൈഡിലേക്ക് പോയി പരിശുദ്ധ അമ്മ എന്നെ ഒരു പുല്ലിൽ കൊണ്ട് മുട്ടുകുത്തി പതുക്കെ ഇരുത്തുകയും ചെയ്തു. പക്ഷേ ഞങ്ങൾക്ക് ഒന്നും സംഭവിച്ചില്ല. പരിശുദ്ധ അമ്മ ഞങ്ങളെ സംരക്ഷിച്ചു. 3ാമത്തെ പ്രാവശ്യം ഞങ്ങൾ പോകുമ്പോൾ ഒരു പട്ടി വട്ടം ചാടുകയും പട്ടിയെ ഇടിക്കുകയും ചെയ്തു. ശബ്ദം കേട്ട് ആൾക്കാർ ഓടിക്കൂടി. പക്ഷേ പരിശുദ്ധ അമ്മ ഞങ്ങളെ വണ്ടിയുടെ ബാലൻസ് പോകാതെ ഞങ്ങളെ സംരക്ഷിച്ചു. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി. 4ാമത്തെ സാക്ഷ്യം, ഈ പരിശുദ്ധ അമ്മ എനിക്ക് ഈ മെയ് മാസം 27-ാം തീയതി സൈക്കിൾ ബാലൻസ് പോലും ഇല്ലാത്ത എനിക്ക് 2 വീലറിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് നൽകി അനുഗ്രഹിച്ചു. പരിശുദ്ധ അമ്മയോട് ഉടമ്പടി ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ പഠിക്കാൻ പോയത്. ഓരോ പ്രാവശ്യം പോകുമ്പോഴും പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി തൈലം നെറ്റിയിൽ കുരിശ് വരച്ചിട്ടാണ് ഞാൻ പോയിരുന്നത്. ഓരോ 8 പഠിക്കുമ്പോഴും 4ഓ 5ഓ പ്രാവശ്യം കഴിയുമ്പോഴാണ് അത് ശരിയാവാറ്. അങ്ങനെ ടെസ്റ്റ് വന്നപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഉടമ്പടി തൈലം കുരിശ് വരച്ച് പോയി. ടെസ്റ്റിൻ്റെ ഗ്രൗണ്ടിൽ ചെന്ന് ഉടമ്പടി തൈലം വണ്ടിയിൽ കുരിശ് വരച്ചു, ഉപ്പ് വിതറി. പരിശുദ്ധ അമ്മ എൻ്റെ കരം പിടിക്കണമേ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമെന്ന് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി വണ്ടി ഓടിച്ചു. പരിശുദ്ധ അമ്മ എന്നെ അനുഗ്രഹിച്ചു, ടെസ്റ്റ് പാസ്സാക്കി. നമ്മുടെ ജോസഫ് അച്ഛൻ പറയുന്നത് പോലെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, അത് എൻ്റെ കഴിവ് കൊണ്ടല്ല, അമ്മയുടെ കൃപ കൊണ്ട് മാത്രമാണ് ഞാൻ പാസ്സായി ഉറച്ച് വിശ്വസിക്കുന്നു. പിന്നെ കാരുണ്യ പ്രേക്ഷിത പ്രവർത്തനം, ഞാൻ എല്ലാ മാസവും 2ഓ 3ഓ കെട്ടു പത്രം വാങ്ങിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി റെയിൽവേ സ്റ്റേഷൻ, ഓട്ടോ സ്റ്റാൻഡ്, ആശുപത്രി, പള്ളി, പിന്നെ വീടുകളിലും കൊണ്ടു കൊടുക്കാറുണ്ട്. കാരുണ്യ പ്രവൃത്തി, പറ്റുന്ന ഞായറാഴ്ചകളിൽ 5ഓ 6ഓ ഭക്ഷണം പൊതി ഉണ്ടാക്കും. മോനത് കൊണ്ടുപോയി ആശുപത്രിയിലും വഴിയോരങ്ങളിലും കൊണ്ടു കൊടുക്കും. പിന്നെ അനാഥശാലകളിലും ആശുപത്രികളിലും പൈസ സ്പോൺസർ ചെയ്ത് ഭക്ഷണം കൊടുക്കാറുണ്ട്. പിന്നെ എൻ്റെ കൂട്ടുകാരിത്തി ആശുപത്രിയിൽ മുട്ട് മുതൽ പാദം വരെ നീരും വേദനയുമായി വടി കുത്തി നടന്നിരുന്നു. ആശുപത്രിയിൽ പോയി 7000 രൂപയുടെ മരുന്ന് കഴിച്ചിട്ട് പോലും അത് കുറഞ്ഞില്ല. ഇതറിഞ്ഞപ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി തൈലം കൊണ്ടുപോയി കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. പിന്നെ ഉടമ്പടി ഉപ്പ് അത് ചൂടുവെള്ളത്തിൽ കലക്കി ആവി പിടിച്ചു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്താൽ പരിപൂർണമായും വേദനയും നീരും മാറി. പിന്നെ ആത്മീയ വളർച്ച എന്ന് പറഞ്ഞാൽ എന്നും പള്ളിയിൽ പോകില്ലായിരുന്നു. ഞങ്ങൾ എല്ലാ ദിവസവും പള്ളിയിൽ പോകും. ഞാൻ 5 ദിവസം കൂടുമ്പോൾ കുമ്പസാരിക്കും.
എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന ചൊല്ലും. ഞങ്ങൾ 3 പേരും ഒരുമിച്ചാണ് ചൊല്ലാറ്. പിന്നെ കുടുംബാംഗങ്ങളുമായി സ്നേഹത്തിലാണ് കഴിയുന്നത്. പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്കും നന്ദി. സങ്കീർത്തനങ്ങൾ 37:5. നിൻ്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസമർപ്പിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളും. ഷീന ജോൺസൺ എന്ന ഈ സഹോദരി ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച അനുഭവ സാക്ഷ്യമാണ് നമ്മളോട് പങ്കുവെച്ചത്. സഹോദരി ആദ്യം സൂചിപ്പിക്കുന്നത് ജീവിതത്തിന് വന്ന മാറ്റമാണ്. ഉടമ്പടി ജീവിതം അച്ഛൻ എപ്പോഴും ധ്യാനത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് പോലെ ആന്തരികമായ ഒരു വ്യതിയാനം നമ്മളിൽ കൊണ്ടുവരുന്നില്ലെങ്കിൽ അതുകൊണ്ട് കാര്യമായ ഫലം നമ്മളിൽ ഉണ്ടാവുന്നില്ല. ആന്തരികമായ മാറ്റം അത് മനോഭാവങ്ങളിലുള്ള മാറ്റമാണ്, സ്വഭാവരീതികളിലുള്ള മാറ്റമാണ്, ബന്ധങ്ങളിലുള്ള മാറ്റമാണ്. അത് കലഹത്തിൻ്റെയും മത്സരത്തിൻ്റെയും ആസക്തിയുടെയും ആർത്തിയുടെയും സ്വാർത്ഥതയുടെയും അഹന്തയുടെയും ജീവിത രീതികളിൽ നിന്ന് കരുണയുടെയും ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും ഔദാര്യത്തിൻ്റെയും ദീനാനുകമ്പയുടെയും സ്വഭാവ രീതികളിലേക്ക് നമുക്ക് അറിഞ്ഞുകൊണ്ട് മാറുവാൻ സാധിക്കുമ്പോഴാണ് ഉടമ്പടി നമ്മളിൽ വേരുറപ്പിക്കുന്നു എന്ന് പറയുവാനാവുക. സഹോദരി പറയുന്നുണ്ട്, ഉടമ്പടി എടുത്ത ജീവിതത്തിന് ആദ്യം ലഭിച്ച കൃപ അത് ക്ഷമിക്കുവാനുള്ള കഴിവാണ്. പലരോടും പലതരത്തിൽ ഉള്ളിൽ ദേഷ്യവും കാര്യവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഉടമ്പടി ജീവിതം പതുക്കെ പതുക്കെ ക്ഷമയിലേക്കും അനുതാപത്തിലേക്കും ജീവിതത്തെ നയിച്ചുവെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. അതാണ് ആ സാക്ഷ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയും. മറ്റൊന്ന്, തൻ്റെ SSLCയുടെ ബുക്കിലെ പേരിൽ വന്ന വ്യത്യാസം. സ്കൂളിൽ പോലും അതിൻ്റെ രേഖയില്ലാതിരുന്ന സമയത്ത് സഹോദരി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചതുപോലെ ദൂതനെ പോലെ വന്നൊരു വ്യക്തി അതിൽ ഇടപെടുകയും വേണ്ടുന്ന കാര്യങ്ങൾ ക്രമീകരിച്ച് ആ ബുക്കിലുണ്ടായിരുന്ന സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തിരുത്തി ശരിയാക്കി കൊടുത്തതിന് ഏറെ നാൾ അലഞ്ഞിട്ടും സാധിക്കാതിരുന്നത് ചുരുങ്ങിയ നാളുകൊണ്ട് ദിവസം കൊണ്ട് അമ്മ മാതാവിൻ്റെ സംരക്ഷണ സഹായത്താൽ അനുവദിച്ച് കിട്ടിയതിനെയാണ് പിന്നീട് സാക്ഷ്യപ്പെടുത്തിയത്. പിന്നീട് ഈ കാലഘട്ടത്തിൽ ജീവിതത്തിലുണ്ടായ 3 അപകടങ്ങളിലെ സംരക്ഷണം. അമ്മ മാതാവ് സഞ്ചാരി മാതാവാണ്. അമ്മയുടെ ഒരു കാശുരൂപം നാം ദേഹത്ത് ധരിച്ചു കൊണ്ടുപോകുമ്പോൾ അമ്മയോടുള്ള സ്നേഹത്തിൽ ഒരു ജപമാല നാം കയ്യിൽ സൂക്ഷിച്ചും കഴുത്തിൽ ധരിച്ചും പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നാം പോകുമ്പോൾ, അതോടൊപ്പം അമ്മയോട് യാത്ര തുടങ്ങുമ്പോൾ അമ്മ മാതാവ് അമ്മയുടെ കരങ്ങളിൽ യാത്ര ഏൽപ്പിക്കുന്നു. എന്നെ കാത്തുകൊള്ളണമേ ഒരു വാചകം അമ്മയുടെ കരങ്ങളിൽ സംരക്ഷണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് യാത്ര തുടങ്ങുമ്പോൾ നമുക്ക് തന്നെ അറിയാത്ത വിധത്തിൽ ഏതൊരു ആപത്തിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്നത് അനുഭവിക്കുവാനാവും. ഒത്തിരി മക്കൾ ഈ അൾത്താരയിൽ തുടർച്ചയായി പറയാറുണ്ട്, എൻ്റെ കയ്യിൽ കാശുരൂപമുണ്ടായിരുന്നു, ഞാൻ അമ്മയുടെ ജപമാല ചൊല്ലിയിട്ടാണ് യാത്ര തുടങ്ങിയത്, ഞാൻ അമ്മയുടെ എൻ്റെ യാത്രയെയും അതിൻ്റെ ഉദ്യമത്തെയും ഉദ്ദേശത്തെയും അമ്മയ്ക്ക് കൊടുത്ത് ഒരു പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് ഞാൻ യാത്ര പോയത്. അതുകൊണ്ട് തന്നെ വലിയ അപകടത്തിൽ നിന്ന് ഒരു പോറൽ പോലും ഏൽക്കാതെ അമ്മ മാതാവ് കാത്തുകൊണ്ടുവന്ന അത് തന്നെയാണ് ഈ മകൾ 3 അപകടത്തിൻ്റെ അനുഭവങ്ങളിലും അമ്മയുടെ സവിശേഷമായ സംരക്ഷണയാൽ അത്ഭുതകരമായി ലഭിച്ച സൗഖ്യത്തെയും അപകടകരമായ അവസ്ഥകളിൽ നിന്ന് ലഭിച്ച മോചനത്തെയും കുറിച്ച് സാക്ഷ്യപ്പെടുത്തുക. അതോടൊപ്പം തന്നെ മകൾ പറയുന്നുണ്ട്, ഒരു സൈക്കിൾ ബാലൻസ് പോലും ഇല്ലെങ്കിലും ആദ്യ പരിശ്രമത്തിൽ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് 2 വീലർ എടുക്കുവാൻ സാധിച്ചുവെന്ന്. അതെത്ര എളുപ്പമുള്ളൊരു കാര്യവുമല്ല, കാരണം ഇത്തിരി ബാലൻസ് ആവശ്യമാണ് നമുക്കതിന്, എല്ലാവർക്കും അറിയാം. സഹോദരി പറയുന്നുണ്ട്, ഞാൻ അമ്മയുടെ അരികിൽ ഉടമ്പടി എടുത്തതിൻ്റെ ബലത്തിൽ അമ്മയോട് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചാണ് ആ ഒരു ലൈസൻസ് കിട്ടുന്നതിനുള്ള പഠനത്തിന് ഏർപ്പെട്ടത്. എനിക്ക് യാതൊരു കുറവില്ലാതെ എൻ്റെ കഴിവിനാലല്ല, അമ്മയുടെ കൃപയാൽ മാത്രം എനിക്കത് ആദ്യ അവസരത്തിൽ തന്നെ അനുവദിച്ചു തരുന്നതിന് അമ്മ മാതാവ് സഹായിച്ചുവെന്ന. പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും അമ്മ മാതാവ് സംരക്ഷിക്കുകയും ഏതൊരു ജീവിത വിഷയത്തിലും സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. ശരണപ്പെട്ട് പ്രാർത്ഥിക്കുന്നവർക്ക് അമ്മയുടെ സാന്നിധ്യം വളരെ അരികിലാണ്. കണ്ണീരോടുകൂടി അമ്മയുടെ കരങ്ങളിൽ കൊടുക്കുന്ന ഏതൊരു നിയോഗത്തെയും ഈശോയിൽ നിന്ന് വേഗത്തിൽ പരിഹാരം നൽകി നമ്മുടെ ജീവിതത്തെ അമ്മ മാതാവ് സുരക്ഷിതമാക്കുകയും ശ്രേയസ്സുള്ളതാക്കുകയും ചെയ്യും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ സഹോദരിയുടെ വാക്കുകളിൽ നമ്മൾ കേട്ടത്. ഈ കുടുംബത്തിന് ലഭിച്ച ഈ ഓരോ അനുഗ്രഹത്തിനും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.